അമേരിക്കയുമായി ഇനി ചർച്ചയില്ല, ആഞ്ഞടിക്കാൻ ഇറാൻ. സമാധാന ദൗത്യവുമായി ഇന്ത്യ രംഗത്ത് വന്നെങ്കിലും ചർച്ചയ്ക്കുള്ള സാധ്യതകൾ തെളിഞ്ഞില്ല. സൈനികർ കൊല്ലപ്പെടുമ്പോൾ ട്രംപിന് ആധിയേറുന്നുവെന്ന് ഇറാൻ സുരക്ഷാ മേധാവി. അമേരിക്കയിലെ ജനങ്ങൾക്കിടയിൽ ട്രംപിന്റെ ജനപ്രീതി ഇടിയുന്നു. യുദ്ധം അമേരിക്കയ്ക്ക് തിരിച്ചടിയായാൽ ട്രംപ് മറുപടി പറയേണ്ടി വരുമെന്ന് സർവേ റിപ്പോർട്ട്. ഇസ്രായേൽ സംയുക്ത വ്യോമാക്രമണത്തിൽ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയി കൊല്ലപ്പെട്ടതോടെ പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷം അതിരൂക്ഷമായി തുടരുകയാണ്. വിഷയം കൈവിട്ടുപോകുന്നുവെന്നും എത്രയും പെട്ടെന്ന് സമാധാനത്തിലേക്ക് തിരിച്ചു വരണമെന്നും ആവശ്യപ്പെട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നു. ആക്രമണത്തിൽ പൊറുതിമുട്ടിയ ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറായി വന്നിട്ടുണ്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ഇന്ത്യ സമാധാന ശ്രമങ്ങൾക്ക് രംഗത്ത് വന്നത്. എന്നാൽ ട്രംപ് വിടുവായത്തം പറയുകയാണെന്നും യുദ്ധം നിർത്തണമെന്നാവശ്യപ്പെട്ട് US മുന്നിലേക്ക് പോയിട്ടില്ലെന്ന് ഇറാന്റെ സുരക്ഷാ മേധാവി അലി ലറിജാനി അറിയിച്ചു. അമേരിക്കയുമായി ഒരു ചർച്ചയ്ക്കും ഇല്ലെന്ന് ഇറാന്റെ സുരക്ഷാ മേധാവി അലി ലറിജാനി വ്യക്തമാക്കി. സമൂഹ മാധ്യമമായ എക്സിലാണ് ട്രംപിന്റെ വാക്കുകളെ തള്ളി സുരക്ഷാ മേധാവിയുടെ പ്രതികരണം. മധ്യസ്ഥർ മുഖേന ഇറാൻ ചർച്ചയ്ക്ക് താൽപര്യം പ്രകടിപ്പിച്ചു എന്ന തരത്തിൽ പുറത്തുവന്ന മാധ്യമ റിപ്പോർട്ടുകളെ അദ്ദേഹം പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. ഇസ്രായേലിന്റെ അധികാരമോഹങ്ങൾക്കായി അമേരിക്കൻ സൈനികരെ അദ്ദേഹം കുരുതി കൊടുക്കുകയാണെന്നും ലറിജാനി ആഞ്ഞടിച്ചു. കൊല്ലപ്പെട്ട പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വലം കൈയും പ്രധാന ഉപദേഷ്ടാവായ ലറിജാനി ഇറാൻ ഒരിക്കലും യുദ്ധത്തിന് തുടക്കമിട്ടിട്ടില്ലെന്നും എന്നാൽ അധിനിവേശത്തെ ശക്തമായി നേരിടുമെന്നും വ്യക്തമാക്കി. അമേരിക്കൻ സൈനികരുടെ ജീവഹാനിയിൽ ഇപ്പോൾ ട്രംപിന് ഭയം പിടികൂടിയിട്ടുണ്ട്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുന്നതിന്റെ സൂചനയാണ് ലറിജാനിയുടെ ഈ കടുത്ത പരാമർശങ്ങൾ നൽകുന്നത്. ഖമനയിയുടെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം കടുപ്പിക്കുകയും ചെയ്തു. ലെബനനിൽ നിന്ന് ഹിസ്ബുള്ളയെ ഉപയോഗിച്ചും ഇസ്രായേലിനെതിരെ ഇറാൻ പൊരുതുന്നുണ്ട്. ദുബായ് വിമാനത്താവളം, ബുർജ് ഖലീഫ, ബഹ്റൈനിലെയും കുവൈറ്റിലെയും ഖത്തറിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾ എന്നിവിടങ്ങളിലാണ് ഇറാൻ ലക്ഷ്യമിട്ടത്. 560 അമേരിക്കൻ സൈനികരെ തങ്ങൾ വധിച്ചുവെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. കുവൈറ്റിലെ അമേരിക്കൻ സൈനിക താവളം പൂർണ്ണമായും നശിപ്പിച്ചുവെന്നും ബഹ്റൈനിലെ സൈനിക താവളത്തിൽ കനത്ത നാശനഷ്ടം ഉണ്ടാക്കിയെന്നുമാണ് ഇറാൻ കമാൻഡർ വീഡിയോയിൽ വ്യക്തമാക്കിയത്. കുവൈറ്റിൽ അമേരിക്കൻ നിർമ്മിത അത്യാധുനിക യുദ്ധവിമാനം F-15 തകർന്നു വീഴുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. US വിമാനം വെടിവെച്ചിട്ടതായി ഇറാൻ അവകാശപ്പെട്ടെങ്കിലും കുവൈറ്റ് സൈന്യമോ USO ഔദ്യോഗിക വിശദീകരണം നൽകിയിട്ടില്ല. യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ അമേരിക്കയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ജനപ്രീതി ഇടിയുകയാണ്. ഇറാനിലെ അമേരിക്കൻ ആക്രമണങ്ങളോട് താൽപ്പര്യമില്ലെന്ന് US ജനത വ്യക്തമാക്കുന്നു. അന്താരാഷ്ട്ര മാധ്യമമായ റോയിറ്റേഴ്സ് നടത്തിയ സർവേയിലാണ് 43% ആളുകളും ഇറാനെതിരായ ആക്രമണത്തെ അംഗീകരിക്കാത്തവരാണെന്ന് വ്യക്തമാക്കുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തെ വിമർശിക്കുന്നവരും ഇറാനെതിരായ ആക്രമണത്തെ അംഗീകരിക്കുന്നില്ലെന്ന നിലപാട് സ്വീകരിക്കുന്നവരുമാണ് സർവേയിൽ പങ്കെടുത്ത 43% അമേരിക്കക്കാരും. 27% ആളുകൾ ട്രംപിനെ പിന്തുണച്ചപ്പോൾ ശേഷിക്കുന്ന 29% ആളുകൾ അഭിപ്രായം വ്യക്തമാക്കിയില്ല. 55% റിപ്പബ്ലിക്കൻ പാർട്ടിക്കാർ US നടത്തിയ ആക്രമണത്തെ പിന്തുണച്ചു. 13% പിന്തുണയ്ക്കുന്നില്ലെന്നും 32% പേർക്ക് അഭിപ്രായമില്ലെന്നുമാണ് സർവേ ഫലത്തിൽ പറഞ്ഞത്. US സൈനികർ കൊല്ലപ്പെടുകയോ സൈനികർക്ക് പരിക്കേൽക്കുകയോ ചെയ്താൽ ഏകദേശം 42% റിപ്പബ്ലിക് പാർട്ടിക്കാരും ട്രംപിന്റെ ഓപ്പറേഷനെ പിന്തുണയ്ക്കാനുള്ള സാധ്യത കുറയുമെന്നും അമേരിക്കയിൽ ഗ്യാസ് എണ്ണവിലകൾ വർദ്ധിച്ചാലും ഇറാനെതിരായ നീക്കത്തെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം കുറയുമെന്നും സർവേയിൽ രേഖപ്പെടുത്തി. എണ്ണവില കൂടിയാൽ 45% അമേരിക്കക്കാരും 34% റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരും 44% സ്വതന്ത്രരും ട്രംപിനെ പിന്തുണയ്ക്കില്ലെന്ന് വ്യക്തമാക്കി. ഡെമോക്രാറ്റുകളിൽ 74% പേരും ഇറാനെതിരായ ആക്രമണത്തെ എതിർക്കുന്നവരാണ്. 7% മാത്രമാണ് പിന്തുണയ്ക്കുന്നത്. 19% പേർ അഭിപ്രായമില്ലെന്ന് രേഖപ്പെടുത്തി.